ഹായ് കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഓണം വരുവാണ്. എനിക്ക് അധിക ദിവസമില്ല ഓണത്തിന്. അപ്പം നമ്മൾ ഓണത്തിൻ്റെ മുന്നൊരുക്കമായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ ഓണത്തിന് പല എപ്പിസോഡുകൾ ഇങ്ങനെ ചെയ്യുകയാണ്. ഓഗസ്റ്റ് 1 മുതൽ തുടങ്ങിയ എപ്പിസോഡാണ്. ഇന്നിപ്പം എപ്പിസോഡ് 7 എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഐറ്റമേ പറങ്ങാണ്ടി തീയല. അപ്പോൾ നമ്മൾ മുൻപേ കാണിച്ച ഓരോ തീയലിലും അതാത് സാധനം മാത്രമേ ഉള്ളായിരുന്നു അതിൻ്റെ കഷ്ണങ്ങളായിട്ട് ഇട്ടത്. ഞാൻ പറങ്ങാണ്ടി തീയലിന് പറങ്ങാണ്ടിയിൽ നിന്നൊരു കഷ്ണം പറയാനില്ലാത്തതുകൊണ്ട് നമ്മളതിനകത്ത് മുരിങ്ങക്കായും ഒക്കെ ഇട്ടാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം പറയാം. എല്ലാ തീയലിൻ്റെയും ഒരുമാതിരിപ്പെട്ട എല്ലാ തീയലിനും വരുന്ന ബേസിക്കായിട്ട് വരുന്ന പ്രിപ്പറേഷൻസും എന്ന് പറഞ്ഞാൽ വരുന്ന ഇൻഗ്രീഡിയൻസ്, കഷ്ണങ്ങൾ ഒഴിച്ചുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം, ചേരുവകളെല്ലാം കോമൺ ആണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം ചെയ്താൽ തന്നെ മനസ്സിലാവും. പിന്നെ അതിനകത്ത് വരുന്ന കാര്യങ്ങൾ, ഇതിനകത്തിരുന്ന നമ്മൾ കഷണങ്ങൾ, കാര്യങ്ങൾ, അത് എക്സ്ട്രാ വെജിറ്റബിൾസ് ആഡ് ചെയ്യത്തില്ലേ, അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം വരുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയെന്ന് കരുതുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിലെ ഐറ്റംസ് ചെയ്യാത്തവർ ചെയ്യുക. അപ്പോൾ നമ്മുടെ തുടർന്നുള്ള എപ്പിസോഡുകൾ എല്ലാവരും കാരണം ഷെയർ, സബ്സ്ക്രൈബ്, ലൈക്ക് എല്ലാം ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും കമൻസ് ഉണ്ടാകണം. എല്ലാവരുടെയും പ്രോത്സാഹനമാണ് നമുക്ക് വീണ്ടും വീണ്ടും ഓരോരോ ഐറ്റംസ് ചെയ്യാനുള്ള പ്രചോദനമായി മാറുന്നത്. അതനുസരിച്ച് എല്ലാവരും നമ്മളിന്ന് ഹെൽപ്പ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകുന്നു. ഇന്നത്തെ വിഭവം പറങ്ങാണ്ടി തീയലാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ എപ്പിസോഡുകളിൽ ഏകദേശം 3-4 ഐറ്റം തീയലുകൾ ഉണ്ടാക്കി കാണിച്ചായിരുന്നല്ലോ. അപ്പം തീയലുകൾ ഉണ്ടാക്കണമെങ്കിൽ, വ്യത്യസ്തമായ മറ്റു തീയലുകൾ ഉണ്ടാക്കണമെങ്കിൽ പോലും ഇതിൻ്റെ കഷ്ണങ്ങൾ മാത്രം മാറ്റിയാൽ മതി. ബാക്കി ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടുകളൊക്കെ സെയിം ആണ്. അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ എപ്പിസോഡുകൂടി നമ്മൾ തീയലിൻ്റെ പരിപാടികൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ മുതൽ തോരനിലേക്ക് കിടക്കണം. വ്യത്യസ്തമായ തോരനുകൾ അങ്ങനെ ഉണ്ടാക്കാം. ഓൾറെഡി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ തോരനുകൾ ഉണ്ടാക്കണം എന്നെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സാധാരണ ഒരുപാട് ടൈപ്പ് തോരനുകളുണ്ടല്ലോ. നമ്മൾ പക്ഷേ സാധാരണ സദ്യക്ക് വിളമ്പുന്ന തോരനുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ. അതിനുശേഷം വീണ്ടും ഐറ്റംസ് ഉണ്ട്. അങ്ങനെ പോയി നമ്മൾ വ്യത്യസ്തമായ പായസം എന്നുള്ള രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ പ്രോഗ്രാം. അപ്പം പായസത്തോടുകൂടി ഏകദേശം സെപ്റ്റംബർ 3-ാം തീയതിയോടുകൂടി നമ്മൾ ഈ എപ്പിസോഡുകൾ വൈൻഡപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ അടുത്ത ഒന്നാം ഓണം, പിന്നെ തിരുവോണത്തിൻ്റെ സദ്യ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കും. രാവിലെ എഴുന്നേൽക്കുന്ന മുതലുള്ള ചെറിയ ചെറിയ ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ ഇതിൻ്റെ. നമ്മുടെ കേരളീയമായ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് ഇതിന്. അപ്പോൾ ആ ചടങ്ങുകളൊക്കെ കാണിക്കും. ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ രാവിലെ ഉറുമ്പൂട്ടുണ്ട്, അങ്ങനെയുള്ള പരിപാടികളെല്ലാം കാണിക്കും. സദ്യ കഴിക്കുന്ന ആ ഭാഗം വരെ കാണിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്ത് നമ്മളെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ പ്രോത്സാഹനമാണ് നമ്മുടെ വിജയം എന്ന് പറഞ്ഞാൽ നമുക്ക് വീണ്ടും പ്രചോദനമാകുന്നത്. അങ്ങനെ എല്ലാവരും ചെയ്യുമല്ലോ അല്ലേ? അപ്പോൾ എല്ലാവരും ചെയ്യണേ. ഓക്കെ, അപ്പം നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. തേങ്ങ അങ്ങോട്ടിടാൻ വറക്കാനേ. ഇതിനകത്തേക്ക് നമുക്കേ മല്ലിപ്പൊടി, മുളക് പൊടി ഇട്ട് കൊടുത്ത് ഇളക്കാവേ. തീ ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ. തീയലിനുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കി പരിപാടി നോക്കാം. നമ്മളിന്നേ പറങ്ങാണ്ടി തീയലിനെ വേണ്ടുന്ന സാധനങ്ങൾ എടുത്ത് കാണിക്കാം. ആദ്യമേ തന്നെ പറങ്ങാണ്ടി നമ്മളിത് കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പറങ്ങാണ്ടില്ലേ, ആ പറങ്ങാണ്ടി കാഷ്യൂനിട്ട് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണ്. ഇത് കുതുക്കണം കേട്ടോ, നല്ല തീയലിന് ടേസ്റ്റ് വരുന്നത്. നല്ലപോലെ കുതിർത്ത് വെച്ചേക്കുന്നതാണ്. പിന്നെ തക്കാളിപ്പഴം, പിന്നെ വേണ്ടുന്നത് മുരിങ്ങയ്ക്ക, കറിവേപ്പില, പച്ചമുളക്, ചുമന്നുള്ളി, തേങ്ങാക്കൊത്ത്. ഇത്രയും സാധനമാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ പുളിവെള്ളം. ഇത് ഉണ്ടാക്കാം. ആദ്യം നമുക്കിതിനകത്തോട്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. നമ്മൾ ഇതിനകത്തോട്ട് ഇപ്പോൾ തേങ്ങാക്കൊത്തിട്ട് കൊടുത്തിട്ടുണ്ടേ. തേങ്ങാക്കൊത്തൊന്ന് ആകുമ്പോൾ നമുക്കിതിനകത്തോട്ട് ചുമന്നുള്ളി ഇടാം. ചുമന്നുള്ളി ഇതിനുള്ളിൽ ചുമന്നുള്ളി നല്ലപോലെ ചുമക്കണം. നല്ല ചുമന്നിട്ടേ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കാവൂ. ഉള്ളി ഇത്രയും ഒന്ന് ചുമന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തൊരു മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളി വാടി നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ചുമന്നുള്ളി നല്ല പഴുവായി വന്നേക്കുക. നമുക്ക് ഇതിനകത്തോട്ട് ഇനി മുരിങ്ങയ്ക്ക്, പച്ചമുളകും, കറിവേപ്പില ഇട്ട് കൊടുക്കാം. തക്കാളിപ്പഴം നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് പുളിവെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മെയിൻ ഐറ്റം പറങ്ങാണ്ടി, അത് നമുക്കിനകത്തിട്ട് ആഡ് ചെയ്യാം. പൊടി ഓക്കെ, അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോഴത്തേന് നമുക്ക് ഇത് നല്ലതായിട്ട് മിക്സി പൊടിച്ച് വെള്ളം ചേർത്ത് അരച്ചെടുത്തോണ്ട് വരാം. ഓക്കെ, ഒന്ന് തുറന്നു നോക്കാമേ. നമുക്കിതിനകത്തോട്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പെല്ലാം നമ്മൾ റെഡി ആക്കി വെച്ചേക്കാം. അതിനകത്തോട്ട് ഒഴിക്കാം. ഇതിനകത്തോട്ട് നമുക്ക് ഉലുവപ്പൊടി ചേർക്കാം. നമുക്കേ കടുക് താളിച്ച് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേ. നമ്മുടെ പറങ്ങാണ്ടി തീയൽ റെഡി ആയിട്ടുണ്ട്.
എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഞങ്ങൾക്ക് നാളെ ചെയ്യാനുള്ളൊരു പ്രചോദനം. ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.